back once again. This lesson is about the gerund and the infinitive. What is gerund and what is infinitive? Gerund ഒരു വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ing ചേർത്താൽ കിട്ടുന്ന രൂപമാണ് gerund. ബേസ് ഫോം ഓഫ് ദ വേർബിന് എക്സാമ്പിൾസ് ആണ് ലിസൺ, വാക്ക്, ഡ്രിങ്ക്. ഇവയുടെ കൂടെ ing ചേർത്താൽ കിട്ടുന്നതാണ് gerund. ലിസണിങ്, വാക്കിംഗ്, ഡ്രിങ്കിങ്. നമുക്കറിയാം ഇവയെല്ലാം ആക്ഷൻസ് ആണ്. ആക്ഷൻസ്, പ്രവൃത്തി. ഈ ആക്ഷൻസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിനെ വേർബ് എന്ന് പറയും. ഐ വാസ് ലിസണിങ് ടു മ്യൂസിക്. ഞാൻ പാട്ട് കേൾക്കുകയായിരുന്നു. ഇവിടെ പാട്ട് കേൾക്കുക എന്ന ആക്ഷൻ ഞാൻ ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ലിസണിങ് എന്ന് പറയുന്നത് ഒരു മെയിൻ വേർബാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ലിസണിങ് ടു മ്യൂസിക് ഹെൽപ്സ് മീ റിലാക്സ്. പാട്ട് കേൾക്കുന്നത് എന്നെ ഒന്ന് റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നു. ഇവിടെ പാട്ട് കേൾക്കുന്ന ആക്ഷനെക്കുറിച്ച്, അതായത് ആ പ്രവൃത്തിയെക്കുറിച്ച് പറയുകയാണ്, അല്ലാതെ ആ ആക്ഷൻ ഞാൻ ചെയ്യുന്നില്ല. പാട്ട് കേൾക്കുക എന്ന ആക്ഷൻ എന്നെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ സഹായിക്കുക എന്നതാണ് ആക്ഷൻ, അതായത് വേർബ്. സോ ലിസണിങ് എന്നത് ഇവിടുത്തെ നൗണാണ്, അതായത് ജെറണ്ട്. സോ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അത് വേർബും ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ജെറണ്ടുമാണ്. സോ വാട്ട് ഈസ് ഇൻഫിനിറ്റീവ്? ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് ഒരു വേർബിൻ്റെ ബേസ് ഫോമാണ്. ബേസ് ഫോമിലുള്ള വേർബാണ് ഇൻഫിനിറ്റീവ്. ഫോർ എക്സാമ്പിൾ ലിസൺ, വാക്ക്, ഡ്രിങ്ക്. ഇവയെ സീറോ ഇൻഫിനിറ്റീവ് എന്ന് പറയും. ഇനി ഒരു ഇൻഫിനിറ്റീവിൻ്റെ മുൻപ് ടു ചേർത്ത് കഴിഞ്ഞാൽ അതിനെ ടു ഇൻഫിനിറ്റീവ് എന്ന് പറയും. ഇൻഫിനിറ്റീവ് എല്ലാവർക്കും പരിചിതമാണ്. ടു ഇൻഫിനിറ്റീവിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത്. ടു ഇൻഫിനിറ്റീവ് ആക്ച്വലി ഒരു നൗൺ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ശരിക്കും ഒരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ട് അല്ലേ? കാരണം ജെറണ്ടും നൗണായിട്ട് പ്രവർത്തിക്കുന്നു, ഇൻഫിനിറ്റീവും നൗണായിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ജെറണ്ടാണോ ഉപയോഗിക്കേണ്ടത്, ടു ഇൻഫിനിറ്റീവ് ആണോ ഉപയോഗിക്കേണ്ടത് എന്ന്. അതായത് ഐ ലൈക്ക് ഡാൻസിങ്, ഐ ലൈക്ക് ടു ഡാൻസ്, വിച്ച് വൺ ഈസ് കറക്റ്റ്? ഇതുപോലെയുള്ള കൺഫ്യൂഷനാണ് നമുക്കുണ്ടാവുന്നത്. അപ്പോൾ ജെറണ്ട് എവിടെ ഉപയോഗിക്കണം, ടു ഇൻഫിനിറ്റീവ് എവിടെ ഉപയോഗിക്കണം എന്നുള്ളതിന് പ്രത്യേകം റൂൾസ് ഉണ്ട്. ആ റൂൾസ് മനസ്സിലാക്കി ഉപയോഗിച്ച് പഠിച്ചാൽ മാത്രമേ ഈ കൺഫ്യൂഷൻ തീരുകയുള്ളൂ. സോ ലെറ്റ്സ് ബിഗിൻ. വെൻ ടു യൂസ് ടു ഇൻഫിനിറ്റീവ്. എനിക്ക് പോകണം എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇവിടെ രണ്ട് ആക്ഷൻസ് ആണ് നടക്കുന്നത്. അതായത് എനിക്ക് വേണം, എന്താണ് വേണ്ടത്? പോകുക. എനിക്ക് പോകുക വേണം, എനിക്ക് പോകണം. ഐ വോണ്ട് ടു ഗോ. ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഐ. ഇനി ഇതിലേതാണ് വേർബ്? വോണ്ട് ആണോ ടു ഗോ എന്നാണോ? ഇവിടെ ടു ഗോ എന്ന് പറഞ്ഞാൽ പോകുക. ഈ ആക്ഷൻ ഇവിടെ നടക്കുന്നുണ്ടോ? ഇല്ല, പോയിക്കൊണ്ടിരിക്കുമ്പോഴല്ലല്ലോ പോകുക എന്ന് പറയുന്നത്. പോകുക വേണം എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ആക്ഷൻ നടക്കാതെ ആ ആക്ഷനെ കുറിച്ച് പറയുമ്പോൾ അത് വേർബല്ല, നൗണാണ്. അപ്പോൾ ഇവിടുത്തെ വേർബ് വോണ്ട് ആണ്. ഐ വോണ്ട് ടു ഗോ, എനിക്ക് പോകണം. ഐ വോണ്ട് ടു സിറ്റ്, എനിക്ക് ഇരിക്കണം. ഇനി ഇതിൻ്റെ പാസ്റ്റ് പറയുകയാണെങ്കിൽ ഐ വോണ്ടഡ് ടു ഗോ, എനിക്ക് പോകണമായിരുന്നു. ക്വസ്റ്റ്യൻ, ഡു യു വാണ്ട് ടു ഗോ, നിനക്ക് പോകേണ്ടതുണ്ടോ? ഐ ഡോണ്ട് വാണ്ട് ടു ഗോ, എനിക്ക് പോകേണ്ട. ഡു യു വാണ്ട് മീ ടു ഗോ, നിനക്ക് ഞാൻ പോകണം എന്നുണ്ടോ? ഡു യു വാണ്ട് മീ ടു സ്റ്റാർട്ട് ദ വർക്ക്, നിനക്ക് ഞാൻ ആ ജോലി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടോ? ഡു യു വാണ്ട് മീ ടു കോൾ ഹിം, നിനക്ക് ഞാൻ അവനെ വിളിക്കണമെന്നുണ്ടോ? ലുക്ക് ഓവർ ഹിയർ. ഈ സെൻറ്റൻസുകളിലെല്ലാം തന്നെ ടു ഇൻഫിനിറ്റീവിന് മുമ്പ് ഉപയോഗിച്ചിരിക്കുന്ന വേർബ് ഏതാണ്? വോണ്ട് ആണ്. വോണ്ട് എന്ന വേർബിൻ്റെ കൂടെ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ച് പ്രസൻറ്റ്, പാസ്റ്റ്, നെഗറ്റീവ്, ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ എല്ലാ ടൈപ്പ് സെൻറ്റൻസുകളും ഉണ്ടാക്കാം. എന്നാൽ ഈ സ്ഥാനത്ത് ടു ഇൻഫിനിറ്റീവിന് പകരം ജെറണ്ട് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഐ വാണ്ട് ടു ഗോ എന്നതിന് പകരം ഐ വോണ്ട് ഗോയിങ് എന്ന് പറയാൻ കഴിയില്ല. അതുപോലെ ഡു യു വാണ്ട് ഗോയിങ്, ഐ ഡോണ്ട് വാണ്ട് ഗോയിങ്, ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതായത് വോണ്ട് എന്ന വേർബിന് ശേഷം
ടു ഇൻഫിനിറ്റീവ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ജെറണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതുപോലെ വേറെയും കുറച്ച് വേർബ്സ് ഉണ്ട്. അതായത് ടു ഇൻഫിനിറ്റീവ് മാത്രം ഫോളോ ചെയ്ത് വരാൻ പറ്റുന്ന കുറച്ച് വേർബ്സ്. ആ വേർബ്സ് പരിചയപ്പെടുത്താം. ഹിയർ വി ഗോ. ഇത്രയും വേർബ്സിൻ്റെ കൂടെ ഇൻഫിനിറ്റീവ് മാത്രമേ ഫോളോ ചെയ്ത് വരാൻ പറ്റുകയുള്ളൂ. ജെറണ്ട് ഫോളോ ചെയ്ത് വരാൻ പറ്റില്ല. കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഹിയർ വി ഗോ. I have decided to change the job. എൻ്റെ ജോലി ചേഞ്ച് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. You don't deserve to sit on this chair. ഈ കസേരയിലിരിക്കാൻ നിങ്ങൾ യോഗ്യനല്ല. I did not intend to hurt your feelings. നിങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. The company failed to achieve its target. ലക്ഷ്യം നേടുന്നതിൽ കമ്പനി പരാജയപ്പെട്ടു. Don't hesitate to ask question. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കരുത്. I refused to work overtime. ഓവർടൈം വർക്ക് ചെയ്യാൻ ഞാൻ വിസമ്മതിച്ചു. അപ്പോൾ ബാക്കിയുള്ള വേർബ്സിൻ്റെ കൂടെയും ഇതുപോലെ ഇൻഫിനിറ്റീവ് ഫോളോ ചെയ്ത് വരുന്ന നെഗറ്റീവ്, പോസിറ്റീവ്, പ്രസൻറ്റ്, പാസ്റ്റ്, ക്വസ്റ്റ്യൻസ് പോലുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. ഇനി ഇതുപോലെ ചില വേർബ്സിനെ ജെറണ്ട് മാത്രമേ ഫോളോ ചെയ്ത് വരാൻ പറ്റുകയുള്ളൂ. ഫോർ എക്സാമ്പിൾസ്, എൻജോയ്. ഐ എൻജോയ് വാച്ചിങ് ടി വി. ഞാൻ ടി വി കാണുന്നത് ആസ്വദിക്കുന്നു. ഇവിടെ ഐ എൻജോയ് ടു വാച്ച് എന്ന് പറയാൻ പറ്റില്ല. ഇത് തന്നെ ഏത് ടെൻസിലും പറയാം. ഐ എൻജോയ്ഡ് വാച്ചിങ് ടി വി. ഞാൻ ടി വി കാണുന്നത് ആസ്വദിച്ചു. ഐ ആം എൻജോയിങ് വാച്ചിങ് ടി വി. ഞാൻ ടി വി കാണുന്നത് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഐ വിൽ എൻജോയ് വാച്ചിങ് ടി വി. ഞാൻ ടി വി കാണുന്നത് ആസ്വദിക്കും. ഐ ഡോണ്ട് എൻജോയ് വാച്ചിങ് ടി വി. ടി വി കാണുന്നത് ഞാൻ ആസ്വദിക്കുന്നില്ല. ഡു യു എൻജോയ് വാച്ചിങ് ടി വി? നിങ്ങൾ ടി വി കാണുന്നത് ആസ്വദിക്കാറുണ്ടോ? ഇങ്ങനെ ഏത് ടൈപ്പ് സെൻറ്റൻസിലും ഏത് ടെൻസിലും ഉപയോഗിക്കാം. പക്ഷേ എൻജോയ് എന്ന വേർബിനെ ഫോളോ ചെയ്ത് വരേണ്ടത് ജെറണ്ട് ആയിരിക്കണം. ഒരിക്കലും ഇൻഫിനിറ്റീവ് വരാൻ പറ്റില്ല. ഇതുപോലെ ജെറണ്ട് മാത്രം ഫോളോ ചെയ്ത് വരാൻ പറ്റുന്ന കുറച്ച് വേർബ്സ് പരിചയപ്പെടുത്താം. ഹിയർ വി ഗോ. ഇത് വീഡിയോ പോസ് ചെയ്ത് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. ഇവയിലെ കുറച്ച് വേർബ്സ് ഉപയോഗിച്ചുള്ള സെൻറ്റൻസ് എക്സാമ്പിൾസ് പറയാം. ഹിയർ വി ഗോ. ഡു യു സജസ്റ്റ് കൺസൾട്ടിങ് എ ഡോക്ടർ? ഒരു ഡോക്ടറെ നിങ്ങൾക്ക് നിർദ്ദേശിക്കാമോ? വി ഷുഡ് അവോയ്ഡ് ഈറ്റിംഗ് ജങ്ക് ഫുഡ്. ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കണം. ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് പെയിൻറ്റിങ് മൈ ഹൗസ്. ഞാൻ എൻ്റെ വീടിൻ്റെ പെയിൻറ്റിങ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഐ കാൺട്ട് ഇമാജിൻ ലിവിങ് വിതൗട്ട് യു. നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. കീപ്പ്. കീപ്പ് പ്രാക്ടീസിങ്. പരിശീലനം തുടരുക. കീപ്പ് സിറ്റിംഗ്. ഇരിക്കുക. കീപ്പ് ഡാൻസിങ്. നൃത്തം തുടരുക. കീപ്പ് ടീച്ചിങ്. അധ്യാപനം തുടരുക. ഇതുപോലെ നേരത്തെ പറഞ്ഞ വേർബ്സ് ഉപയോഗിച്ച് ജെറണ്ട് ഫോളോ ചെയ്ത് വരുന്ന സെൻറ്റൻസുകൾ ഉണ്ടാക്കി പരിശീലിക്കുക. അപ്പോൾ ഐ ലൈക്ക് ഡാൻസിങ്. ഐ ലൈക്ക് ടു ഡാൻസ്. ഇതിലേതാണ് ശരി? ഐ ലൈക്ക് ഡാൻസിങ്. നൃത്തം ചെയ്യൽ എനിക്കിഷ്ടമാണ്. ഐ ലൈക്ക് ടു ഡാൻസ്. നൃത്തം ചെയ്യാൻ എനിക്കിഷ്ടമാണ്. മീനിങ്ങിൽ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഇത് പറഞ്ഞു നോക്കുമ്പോഴും നമുക്ക് രണ്ടും കറക്റ്റായിട്ട് തോന്നുന്നുണ്ട്. അത് തന്നെയാണ് ശരി. ഇത് രണ്ടും ശരിയാണ്. ലൈക്ക് എന്ന വേർബിൻ്റെ പ്രത്യേകതയാണത്. ലൈക്ക് എന്ന വേർബിനെ ജെറണ്ടും ഫോളോ ചെയ്ത് വരാം, ഇൻഫിനിറ്റീവും ഫോളോ ചെയ്ത് വരാം. മീനിങ്ങിലും ചേഞ്ച് ഒന്നും വരുന്നില്ല. ഇനി വന്നാലും വളരെ ചെറിയ വ്യത്യാസം. നോക്കൂ, നൃത്തം ചെയ്യൽ ഇഷ്ടമാണ്, നൃത്തം ചെയ്യാൻ ഇഷ്ടമാണ്. രണ്ടും ഒന്ന് തന്നെ പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയും കുറച്ച് വേർബ്സ് ഉണ്ട്. ജെറണ്ട് ഫോളോ ചെയ്ത് വരാം, ഇൻഫിനിറ്റീവും ഫോളോ ചെയ്ത് വരാം. മീനിങ്ങിൽ വ്യത്യാസമൊന്നും വരില്ല, അതല്ലെങ്കിൽ ചെറിയ വ്യത്യാസം. ഇങ്ങനെയുള്ള വളരെ കുറച്ച് വേർബ്സ് ഉള്ളൂ. ബിഗിൻ, കണ്ടിന്യൂ, ഹേറ്റ്, ലൈക്ക്, ലവ്, പ്രിഫർ, പ്രപ്പോസ്, സ്റ്റാർട്ട്. അതുപോലെ കാൺട്ട് ബിയർ, കാൺട്ട് സ്റ്റാൻഡ്, ഇവയും ഈ ഗണത്തിൽ പെടുന്നവയാണ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് സം എക്സാമ്പിൾസ്. ഐ ലവ് പ്ലേയിങ് ക്രിക്കറ്റ്. ഐ ലവ് ടു പ്ലേ ക്രിക്കറ്റ്. ക്രിക്കറ്റ് കളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഐ ഹേറ്റ് ഡ്രൈവിംഗ്. ഐ ഹേറ്റ് ടു ഡ്രൈവ്. ഡ്രൈവിംഗ് ഞാൻ വെറുക്കുന്നു. കണ്ടിന്യൂ വാച്ചിങ് മൈ വീഡിയോസ്. കണ്ടിന്യൂ ടു വാച്ച് മൈ വീഡിയോസ്. എൻ്റെ വീഡിയോസ് കാണുന്നത് തുടരുക. So, what is the difference between
സ്റ്റോപ്പ് ബൈയിങ് ആൻഡ് സ്റ്റോപ്പ് ടു ബൈ. ഈ രണ്ട് സെൻറ്റൻസിൻ്റെയും മീനിങ് സെയിം ആണോ? ഒരിക്കലുമല്ല. ഈ രണ്ട് സെൻറ്റൻസും മീനിങ്ങിൽ വലിയ വ്യത്യാസമുണ്ട്. സ്റ്റോപ്പ് ബൈയിങ് മീൻസ് നെവർ ബൈ, ഒരിക്കലും വാങ്ങില്ല. സ്റ്റോപ്പ് ബൈയിങ് ബ്രെഡ് ഫ്രം സൂപ്പർ മാർക്കറ്റ്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ബ്രെഡ് വാങ്ങുന്ന ആക്ഷൻ ഞാൻ കംപ്ലീറ്റ്ലി ക്വിറ്റ് ചെയ്തു, നിർത്തി. ഇനി ഞാൻ ഒരിക്കലും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ബ്രെഡ് വാങ്ങിക്കില്ല എന്നാണ് മീനിങ്. അതിന് കാരണം പലതുമാവാം. എക്സ്പെൻസീവ് ആവാം, നല്ല ക്വാളിറ്റി ഉള്ളതുണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും. എന്താണെങ്കിലും സ്റ്റോപ്പ് കഴിഞ്ഞ് ഒരു ജെറണ്ട് ഫോളോ ചെയ്തു വരുമ്പോൾ ആ ജെറണ്ട് എന്ത് ആക്ഷനെ കുറിച്ചാണോ പറയുന്നത് ആ ആക്ഷൻ കംപ്ലീറ്റ് ആയിട്ടും ക്വിറ്റ് ചെയ്തു എന്നാണ് മീനിങ്. ഇനി ഒരിക്കലും ചെയ്യില്ല. സ്റ്റോപ്പ് സ്മോക്കിംഗ്, സ്മോക്ക് ചെയ്യൽ കംപ്ലീറ്റ്ലി നിർത്തി, ഇനി ഒരിക്കലും സ്മോക്ക് ചെയ്യില്ല. എന്നാൽ സ്റ്റോപ്പ് ടു ബൈ ബ്രെഡ് മീൻസ് സ്റ്റോപ്പ് ചെയ്തു വാങ്ങിക്കാൻ എന്നാണ്. അതായത് ഇപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ ചെയ്യുന്ന കാര്യം നിർത്തി, എന്നിട്ട് ബ്രെഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ കാര്യം നിർത്തി. സ്റ്റോപ്പ് ടു ബൈ, എന്തോ ഒരു കാര്യം ചെയ്യുന്നത് ഞാൻ നിർത്തി, സ്റ്റോപ്പ് ചെയ്തു. വാങ്ങിക്കാൻ, ബ്രെഡ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ അതിനു മുമ്പ് ചെയ്തിരുന്ന കാര്യം നിർത്തി എന്നാണ് മീനിങ്. അതുപോലെ സ്റ്റോപ്പ് ടു സ്മോക്ക് എന്ന് പറഞ്ഞാൽ വേറെന്തോ ചെയ്തിരുന്ന കാര്യം നിർത്തി. എന്തിനു വേണ്ടിയിട്ട്? സ്മോക്ക് ചെയ്യാൻ വേണ്ടി അതിനു മുമ്പ് ചെയ്തിരുന്ന കാര്യം നിർത്തി എന്നാണ് മീനിങ്. അപ്പോൾ സ്റ്റോപ്പ് എന്ന വേർബിനെ ജെറണ്ട് ഫോളോ ചെയ്തു വരുമ്പോഴും ഇൻഫിനിറ്റീവ് ഫോളോ ചെയ്തു വരുമ്പോഴും അതിൻ്റെ മീനിങ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെയും കുറച്ച് വേർഡ്സ് ഉണ്ട്. അതായത് ജെറണ്ട് ഫോളോ ചെയ്തു വന്നാലും ഇൻഫിനിറ്റീവ് ഫോളോ ചെയ്തു വന്നാലും മീനിങ്ങിൽ വലിയ വ്യത്യാസം വരുന്ന കുറച്ച് വേർബ്സ്. These are the verbs forget, quit, regret, remember and stop. Let's have a look at some examples. Rani remembers to lock the car. Rani remembers locking the car. Rani remembers to lock the car എന്ന് പറഞ്ഞാൽ റാണി കാർ ലോക്ക് ചെയ്യാൻ ഓർമ്മിക്കുന്നു. ഇവിടെ റിമെമ്പേഴ്സ് ഓർമ്മിക്കുന്നു എന്നുള്ളതാണ് ആക്ഷൻ. എന്തിനെക്കുറിച്ച് ഓർക്കുന്നു? കാർ ലോക്ക് ചെയ്യാൻ ഓർമ്മിക്കുന്നു. ഇനി റാണി റിമെമ്പേഴ്സ് ലോക്കിംഗ് ദ കാർ എന്ന് പറഞ്ഞാൽ റാണി കാർ ലോക്ക് ചെയ്തത് ഓർമ്മിക്കുന്നു. അതായത് ഇപ്പോൾ കാർ ലോക്ക് ചെയ്ത് ഒരു കടയിൽ കയറി, എന്നിട്ട് കടയിലിരുന്ന് ഒന്ന് ആലോചിച്ചു, ഞാനിപ്പോൾ കാർ ലോക്ക് ചെയ്തോ ഇല്ലയോ, എന്നിട്ട് പിന്നെ ഓർമ്മ വന്നു, ഞാൻ കാർ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാർ ലോക്ക് ചെയ്തത് ഓർമ്മിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇവിടെയും രണ്ട് ആക്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഓർമ്മിക്കുക, രണ്ടാമത്തേത് കാർ ലോക്ക് ചെയ്യുക. പക്ഷേ ഇവിടെ ആദ്യം നടക്കുന്ന ആക്ഷൻ കാർ ലോക്ക് ചെയ്യലാണ്, പിന്നീട് അതിനെക്കുറിച്ച് ഓർമ്മിക്കുക. അപ്പോൾ ഓർമ്മിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ആക്ഷനായിട്ടാണ് വരുന്നത്. ഇവിടെ കറൻ്റായിട്ട് ഇപ്പം നടക്കുന്ന ആക്ഷൻ ഓർമ്മിക്കലാണ് രണ്ട് സെൻറ്റൻസിലും. ടു ഇൻഫിനിറ്റീവ് ഫോളോ ചെയ്ത് വരുമ്പോൾ ഈ ഓർമ്മിക്കുന്നത് ഇനി എന്തോ ഒരു കാര്യം ചെയ്യാനുള്ളതിനെ കുറിച്ചാണ്. എന്നാൽ ജെറണ്ട് ഫോളോ ചെയ്തു വരുമ്പോൾ ആദ്യം ചെയ്ത ഏതോ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഓർമ്മിക്കുന്നത്. ഡിഫറൻസ് മനസ്സിലായില്ലേ? ഐ ഫോർഗോട്ട് ടു മീറ്റ് ഹിം, ഞാൻ അവനെ കാണാൻ മറന്നു. ഐ ഫോർഗോട്ട് മീറ്റിംഗ് ഹിം, ഞാൻ അവനെ കണ്ടത് മറന്നു. ഇൻഫിനിറ്റീവ് ഫോളോ ചെയ്തു വന്നപ്പോൾ ഇനി ചെയ്യാനുള്ള ഒരു കാര്യമാണ് മറന്നത്. എന്നാൽ ജെറണ്ട് ഫോളോ ചെയ്തു വന്നപ്പോൾ മുൻപ് നടന്ന ഒരു കാര്യമാണ് മറന്നത്. ഐ റിഗ്രറ്റ് ടെല്ലിങ് യു ദാറ്റ്, ഞാൻ നിങ്ങളോട് പറഞ്ഞതിൽ ഖേദിക്കുന്നു. ഐ റിഗ്രറ്റ് ടു ടെൽ യു ദാറ്റ്, ഞാൻ നിങ്ങളോട് പറയാൻ ഖേദിക്കുന്നു. അതായത് ജെറണ്ട് ഫോളോ ചെയ്ത് വന്നപ്പോൾ ആദ്യം എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് പിന്നീട് വേണ്ട എന്ന് പറയണ്ടായിരുന്നു എന്ന് തോന്നിയിട്ട് അതിലുള്ള വിഷമാണ് പറയുന്നത്, ഞാൻ പറഞ്ഞതിൽ ഖേദിക്കുന്നു. എന്നാൽ ഇൻഫിനിറ്റീവ് ഫോളോ ചെയ്ത് വന്നപ്പോൾ പറയാൻ ഖേദിക്കുന്നു. അതായത് ഇനി പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ വിഷമിപ്പിക്കുന്നതായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറയാൻ ഖേദിക്കുന്നു എന്ന് മുഖവുരയിട്ട് പറയുന്നത്. ഷീ ക്വിറ്റ് ടു വർക്ക് ഹിയർ, അവൾ ഉപേക്ഷിച്ചു ഇവിടെ ജോലി ചെയ്യാൻ. അതായത് അവൾ വേറെന്തോ ഇതിനു മുമ്പ് ചെയ്തിരുന്നത് ഉപേക്ഷിച്ചു ഇവിടുത്തെ ജോലി ചെയ്യാൻ. ഷീ ക്വിറ്റ് വർക്കിംഗ് ഹിയർ, അവൾ ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ചു.
അതായത് ഇൻഫിനിറ്റീവ് ഫോളോ ചെയ്ത് വന്നപ്പോൾ വേറെ എന്തോ ഉപേക്ഷിച്ചിട്ട് ഇവിടുത്തത് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്നാൽ ജെറണ്ട് ഫോളോ ചെയ്ത് വന്നപ്പോൾ ഇവിടുത്തെ ജോലിയാണ് ഉപേക്ഷിച്ചത്. ഓക്കെ. ഇൻ ദിസ് ലെസൺ വി ഡിസ്കസ്ഡ് ജെറണ്ട് ആൻഡ് ഇൻഫിനിറ്റീവ്. ബേസ് ഫോമിലുള്ള ഒരു വേർബിൻ്റെ കൂടെ ING ചേർത്താൽ അത് ജെറണ്ടാണ്. ബേസ് ഫോമിലുള്ള ഒരു വേർബിൻ്റെ മുൻപ് ടു ചേർത്താൽ അത് ഇൻഫിനിറ്റീവാണ്. ഇതിനെ ടു ഇൻഫിനിറ്റീവ് എന്നും ഇൻഫിനിറ്റീവ് എന്നും പറയും. വെൻ ടു യൂസ് ജെറണ്ട്, വെൻ ടു യൂസ് ഇൻഫിനിറ്റീവ് എന്നതാണ് പിന്നീട് നമ്മൾ നോക്കിയത്. ഇൻഫിനിറ്റീവ് മാത്രം ഫോളോ ചെയ്ത് വരാൻ പറ്റുന്ന കുറച്ച് വേർബ്സുകളെ നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ ജെറണ്ട് മാത്രം ഫോളോ ചെയ്ത് വരാൻ പറ്റുന്ന കുറച്ച് വേർബ്സുകളെയും നമ്മൾ പരിചയപ്പെട്ടു. പിന്നീട് ഇൻഫിനിറ്റീവോ ജെറണ്ടോ ഫോളോ ചെയ്ത് വരാൻ പറ്റുന്ന കുറച്ച് വേർബ്സുകളെയും നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ മീനിങ്ങിൽ യാതൊരു ചേഞ്ചും വരുന്നില്ല. ഇനി വന്നാൽ തന്നെ വളരെ ചെറിയ ഒരു വ്യത്യാസം മാത്രം. അതിനുശേഷം ജെറണ്ടോ ഇൻഫിനിറ്റീവോ ഫോളോ ചെയ്ത് വരാൻ പറ്റുന്ന വേറെയും കുറച്ച് വേർബ്സിനെ പരിചയപ്പെട്ടു. എന്നാൽ ഇവിടെ ജെറണ്ട് ഉപയോഗിക്കുമ്പോഴും ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുമ്പോഴും മീനിങ്ങിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നു. സോ ഇത്രയും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. I'll be back soon with an other lesson. Bye-bye.